അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. തീർച്ചയായിട്ടും ധവളപത്രം ഇറക്കും, സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള ധവളപത്രം ഇറക്കും. അത് തീരുമാനമായിട്ടുണ്ട്. അത് ഒരു ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രമല്ല, വിദഗ്ധരായ ആളുകളെ ഒരു ടീം അത് പിന്നീട് പ്രഖ്യാപിക്കും. വളരെ പെട്ടെന്ന് വേണം. സാമ്പത്തിക വിദഗ്ധരായ ആളുകളുടെ ഒരു ടീം അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാവും. അത് പരിശോധിച്ച് നിലവിലെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ധവളപത്രം ഉണ്ടാവും. അല്ല, അതല്ല ഞാൻ പറയാം. അതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് തരും. 15-ാം തീയതി മുതൽ നടപ്പാക്കും. വിശദാംശങ്ങൾ അടുത്ത ദിവസങ്ങളിൽ തരും, നിങ്ങൾക്ക് തരും. അല്ലല്ല, അതൊന്നും എല്ലാം കൂടി നമ്മളൊരു ആദ്യത്തെ ക്യാബിനറ്റ് തീരുമാനിച്ച അടുത്ത ദിവസമൊക്കെ പോയി വെറുതെ ഇരിക്കേണ്ടി വരില്ലേ? ചുമ്മാ ഇല്ലില്ലേ. SIT രൂപീകരിക്കുക അത് ആഭ്യന്തര വകുപ്പാണ് അത് ചെയ്യേണ്ടത്. അതൊക്കെ അവർ ചെയ്തോളും ഭംഗിയായിട്ട്. അതിലൊക്കെ ക്യാബിനറ്റ് എടുക്കേണ്ട ഒക്കെ വരട്ടെ. അത് ആഭ്യന്തര വകുപ്പ് പരിശോധിക്കാറില്ല. വേറെ വകുപ്പിൽ കയറി ഇടപെടാൻ പാടില്ല. ഇല്ലില്ല, അതൊക്കെ പറയാ. നമ്മളൊന്ന് ഒപ്പിട്ട് വന്നല്ലേ ഉള്ളു. ഒന്ന് ഒരു അത് സമയത്ത് കിട്ടിയ ഗസറ്റ് വരും. സമയമാകുമ്പോ വല്ലതും വൈകിയ റെക്കോർഡ് അല്ലേ? റെക്കോർഡ് സ്പീഡിലാണ് കാര്യങ്ങൾ പോണത്. ഞാൻ പറഞ്ഞല്ലോ, അത് ജൂൺ 15-ാം തീയതി മുതൽ നടപ്പാക്കും. അതിന്റെ ഡീറ്റെയിൽസ് വിൽ ബി ഇൻഫോംഡ് എന്ന് പറഞ്ഞല്ലോ. ഇല്ല, ഞാൻ പറഞ്ഞു ഇത്രയും തീരുമാനമൊന്നും എടുത്തിട്ടില്ല. അത്രേ പറ്റിയുള്ളൂ. വരട്ടെ. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ വേറെ ആരെടുത്തും പറയുന്നതിന് മുമ്പ് നിങ്ങളോട് പറയുള്ളൂ. അതിന്റെ വാക്കാണ്. ദേഷ്യം ഫസ്റ്റ് നിങ്ങളുടെ പറയുള്ളൂ. ഉറപ്പായിട്ട് പരിശോധിക്കുക. ഉറപ്പായി അത് പരിശോധിക്കുക. കാരണം ഞാനും അതിനെ വിമർശിച്ചിട്ടുള്ള ആളാണ്. പണ്ട് പറഞ്ഞ വാക്ക് വിഴുങ്ങാൻ പാടില്ല. വാക്കാണ്. ഞാൻ വിമർശിച്ചിട്ടുള്ള പരിശോധിക്കുകയാണത്. അപ്പൊ നിങ്ങളുടെ ആളിൽ എല്ലാവരും ഉണ്ടോ? ആരെ? ഏത് സ്ഥാനത്ത് നിന്ന്? അതിനെന്തിനാ എല്ലാവരും ജീവിതകാലം മുഴുവൻ കേരളത്തിൽ വരുന്ന എല്ലാ ഗവർണർമാർക്കും ഒരാളെ അഡ്വൈസറായിട്ട് വെക്കാൻ പറ്റുമോ? അതെന്താ കാര്യം? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.